ഒരു സീസൺ സമയത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നൊരു ക്ഷേത്രമാണ് ശബരിമല. അപ്പോൾ ശബരിമല ഈ സീസൺ സമയത്ത് എന്തെങ്കിലും സമരങ്ങളും അതോടൊപ്പം തന്നെ വിവാദങ്ങളും ഉണ്ടാകുന്നത് പതിവാണ്. അത് എന്തായാലും സർക്കാരുമായി ബന്ധപ്പെട്ടായിരിക്കും അത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മറിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ദിലീപ്, കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ നടനായ ദിലീപിന് VIP ദർശനം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വലിയ രൂക്ഷ വിമർശനമാണ് ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടായിരിക്കുന്നത്, അവിടുത്തെ ജീവനക്കാർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഈ ദർശനം ഇങ്ങനെ ഈ ഒരു പതിവുണ്ടല്ലോ, VIP ദർശനം, അതങ്ങനെ ആ ക്ഷേത്രത്തിൽ നൽകണമോ ഇനി? തീർച്ചയായും അത് നമ്മൾ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, കോടതിയുടെ രൂക്ഷ വിമർശനം, അതിലെ പ്രസക്തമായിട്ടുള്ള ആ സംഭവങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. തീർച്ചയായും അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. പക്ഷെ അവിടെ നമ്മൾ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശബരിമലയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമോ അല്ലെങ്കിൽ ദിലീപ് എന്ന വ്യക്തിയിൽ ഒതുങ്ങി മീൻസ് ദിലീപ് എന്നുള്ള വ്യക്തി തുടങ്ങി വെച്ചതോ അല്ല. VIP കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വ്യവസ്ഥിതിയുടെ ഭാഗം തന്നെയാണ്. ഇപ്പൊ ഭക്തിയിൽ വന്നു എന്ന് മാത്രമാണ്. ഇപ്പോൾ ആ അമ്പലത്തിന് മുന്നിൽ നമ്മൾ കണ്ടു, ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അവിടെ നിന്ന് തൊഴുകയുമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കുറെ നേരം നിന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിന്നിലായിട്ട് പിന്നീടുള്ള ക്യൂവിൽ ചിലർ എത്തി വലിഞ്ഞ് നോക്കുന്ന ഭക്തരുണ്ട്. അത് കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം ഭഗവാന്റെ മുന്നിൽ അപ്പൊ എൻ്റെ ഒരു ഇതും തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തത്വമസി, ആ പരമ്പൊരുൾ ഉള്ള ഒരു നമ്മുടെ സന്നിധാനം, അവിടെ ഭഗവാന്റെ മുന്നിൽ മണിക്കൂറുകൾ എല്ലാ പ്രിവിലേജും എടുത്ത് വന്ന് നിൽക്കുന്ന ദിലീപിന് ഭഗവാനിൽ നിന്ന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും കിട്ടാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ആയിരിക്കും എത്തി വലിഞ്ഞു നോക്കിയ ഒരു ദർശന സായുജ്യം കിട്ടിപ്പോയ ഒരു ഭക്തൻ. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒന്നാണ്. ശരിക്കും ഈ മനുഷ്യനെ വിറ്റ് കാശാക്കുന്നത് അല്ലെങ്കിൽ ഭക്തി മാർക്കറ്റ് ചെയ്ത് ബ്ലാക്കിൽ വിൽക്കുന്നത് ശരിക്കും ഇവിടുത്തെ സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥിതിയാണ്. ഭക്തി എന്ന് മാത്രമല്ല അല്ലെ, ശ്രീജിത്തിന് അറിയാം നമ്മുടെ ഒരു വ്യവസ്ഥിതിയുടെ ഈ ഒരു VIP കൾച്ചർ എന്നോ ശരിക്കും ആലോചിച്ച് നോക്കൂ. ജനാധിപത്യ പ്രക്രിയയിൽ തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ ചൂണ്ടുവിരൽ വെച്ച് തിരഞ്ഞെടുക്കുന്ന ഒരാൾ, നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളായിരിക്കും. പിന്നീട് അവന് പദവിയും ഇതും വന്നു കഴിയുമ്പോൾ എന്ത് വെച്ചാണ് പ്രിവിലേജ് മാറുവാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആരാധനാലയങ്ങളിൽ ഈ ഒരു സംവിധാനം, പ്രത്യേകിച്ചും നടയിലെങ്കിലും ചെല്ലുമ്പോൾ മറ്റുള്ളവർക്കൊപ്പം ക്യൂലൊക്കെ നിന്ന് തന്നെ പോയി തൊഴണം എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷെ അവിടെയും നമുക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് സിനിമാ താരങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഏത് രാജ്യം എന്നല്ല, നമ്മുടെ ഒരു കേരളം എന്നല്ല, ഏത് സംസ്ഥാനത്തായിക്കോട്ടെ നമുക്കറിയാം അല്ലു അർജുന്റെ സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കെതിരെ എന്താ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടു. താരാരാധനയുണ്ട്. ഇപ്പം സാധാരണ ആൾക്കാരെ പോലെ തന്നെ വഴിയിലൊക്കെ നിന്ന് നിൽക്കുമ്പോൾ ഈ സെൽഫി, മനുഷ്യരല്ലേ അല്ലെ, അത് അങ്ങനത്തെ രീതിയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതും വിവാദമാവും ഇവിടെ. അതായത് ഒരു നടനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആൾക്കാർ തിക്കി കൂട്ടണത്, ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും. പക്ഷെ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്ത് ആരാധനാലയത്തിൽ നിൽക്കുമ്പോൾ അത് മീഡിയാസ് വീണ്ടും സെൻസേഷണൽ ആക്കുന്നു. അപ്പം ദിലീപിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിർത്തലാക്കണം. പക്ഷെ എവിടെ നിന്ന്, ഞാൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ആരാധന ആയതുകൊണ്ട് വിവാദമായി, പൊതുനിരത്തുകളോ? പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളതാണ് പൊതുനിരത്തുകൾ അല്ലേ. അവിടെ VIP അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പോകുമ്പോൾ ഞാനൊക്കെ അനുഭവിക്കുന്നതാണ്. ബിക്കോസ് ഞാനിത് പറയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ വീട് ക്ലിഫ് ഹൗസ് ആണ്. ക്ലിഫ് ഹൗസിന്റെ പരിസരമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 8 വർഷം ഈ ഭരണത്തിന് ശേഷം ഞങ്ങൾ അനുഭവിക്കുന്ന കുറെ വിഷമങ്ങളുണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ ക്ലിഫ് ഹൗസിന്റെ അകത്ത് കയറണേന്റെ നേരെ ഓപ്പോസിറ്റാണ് വീട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു കാര്യങ്ങളും, ഇപ്പോൾ ബാക്ക് സൈഡിൽ കൂടെ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പണ്ട് പൊക്കോണ്ടിരിക്കാൻ വഴികളാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പെർമിഷൻ എടുത്ത് ഇവിടേക്ക് പോകുന്ന ഒരു ഗസ്റ്റ് വരണമെങ്കിൽ പറയണം, അവിടേക്ക് പോവാണെന്ന് പറഞ്ഞാൽ മാത്രം. ആലോചിച്ച് നോക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി സഞ്ചാര സ്വാതന്ത്ര്യം നന്തൻകോട് വഴി അല്ലെങ്കിൽ ഏതൊക്കെ വഴി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പോകുമ്പം അരമണിക്കൂറോളം കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ. ഇപ്പം ആ പ്രദേശവാസി ആയതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാണുന്ന കാര്യമാണ്, അല്ലാതെ നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പൊ ഇതെല്ലാം ഹൈക്കോടതി പരിശോധിക്കുമ്പം ഈ രൂക്ഷ വിമർശനം പോലെ തന്നെ രൂക്ഷമായിട്ട് വിമർശിക്കേണ്ട മറ്റൊന്നാണ് ഈ VIP. ഇപ്പം നമുക്കറിയാം സുരക്ഷാ VIP വല്ലപ്പോഴും വരുന്ന ഇതുപോലെ അല്ല. എല്ലാ ദിവസവും തമ്പ്രാൻ പോകുമ്പോൾ ആ ഒരു എഴുന്നള്ളത്തും പ്രജയും പോണമ്പോൾ നമ്മൾ ശരിക്കും എനിക്ക് പറയാൻ പറ്റും ശ്രീത്തെ, കാരണം ഞാൻ കാണുന്നതാണ്. അദ്ദേഹം പോണ വഴികളിലുള്ള 1.25 മണിക്കൂറോളം നമ്മൾ അവിടെ കാത്തു നിൽക്കേണ്ടി വരും. നമ്മളൊക്കെ അതും പലയിടത്ത് ആശുപത്രിയിൽ പോകേണ്ടവരുണ്ടാവും, സ്കൂളിൽ പല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഹൈക്കോടതി അതും രൂക്ഷമായിട്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഇത് ദിലീപ് ഒരു കേസിലെ പ്രതിയാണല്ലോ, അപ്പോൾ ആ ഭാഗത്തിൽ നിന്ന് വിമർശനം വരുന്നുണ്ട്. ഇത്തരം ഒരു പ്രതിയെ, അദ്ദേഹത്തിന്റെ കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു പ്രതിക്ക് എന്തുകൊണ്ട് ഇത്തരം ഒരു VIP പരിഗണന നൽകിയെന്നൊരു ചോദ്യം ഇതിനോടൊപ്പം ഉയർന്നു വരുന്നുണ്ടല്ലോ. തീർച്ചയായും അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. പക്ഷെ ദിലീപ് എന്നുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കേരളീയ സമൂഹത്തിൽ അദ്ദേഹം കുറ്റാരോപിതനാണ്. കോടതിയിൽ ആ ഒരു കേസ് അതിൽ വേർഡിക്റ്റ് വരും വരെയും ആരോപിതൻ മാത്രമാണ്, പ്രതിയല്ല അല്ലെങ്കിൽ ഒരു കുറ്റവാളിയല്ല എന്നുള്ള ഇതിലാണ്.
പക്ഷെ തീർച്ചയായും കുറ്റാരോപിതൻ എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ പെർമിഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ്റെ ഒന്നുമില്ല. അങ്ങനെ വലിയൊരു ഇപ്പോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അല്ലെ. മണിക്കൂറുകൾക്ക് ഇപ്പം മല്ലു അർജുനോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്ക് വിലയുള്ള വ്യവസായത്തിൽ ഇപ്പം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു പ്രിവിലേജ് എന്ന് പറയുമ്പോൾ അതിനെ ആൻസർ ചെയ്യേണ്ടത് ശരിക്കും ദേവസ്വം ബോർഡാണ്. കാശുള്ളവൻ ദിലീപ് ആയിക്കോട്ടെ, ദിലീപ് ഒന്നല്ല, ഇത് എല്ലാവർക്കും. ഇതിനു മുമ്പ് വിവാദം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജയറാം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഇതേ ഒരു വിവാദം കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊട്ടി ഇങ്ങനെ കുറച്ച് അതും കോടതിയിൽ വിമർശന വിധേയമായിട്ടുണ്ട്. അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുത്തനുള്ളവൻ അല്ലെങ്കിൽ പദവിയുള്ളവന് എപ്പോഴും ഒരു പ്രിവിലേജ് സ്റ്റാറ്റസ്, അത് ഭക്തി ആയിക്കോട്ടെ എവിടെയും കിട്ടുന്നത് ഭക്തിയിലും കിട്ടുന്നു. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ദിലീപ് എന്നല്ല ആരായാലും അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കറിയാം VIP എന്നുള്ള പരിഗണന കൊടുക്കേണ്ടതായിട്ടുള്ള ചിലർക്കൊക്കെ ഉണ്ട്. ഇപ്പോ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരു പിന്നെ ഇതിലൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭക്തിയോ അല്ലെങ്കിൽ ഏത് ആരാധന ആയിക്കോട്ടെ, ഇപ്പം കോടികൾ സംഭാവന ചെയ്യുന്ന ആൾക്കാർക്കാവുമ്പോൾ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ശബരിമലയിൽ ഇപ്പം ഒരു വൻ വ്യവസായി വന്നു എന്നിരിക്കട്ടെ, കോടികളുടെ ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നുമില്ല, പെട്ടെന്ന് കൊണ്ടുപോകും. ഒരു ഗുരുവായൂർ ആയിക്കോട്ടെ, ഇന്ത്യയിലെ ഏത് അമ്പലങ്ങളിലും ഇതുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല. ദിലീപ് അല്ല, പിന്നെ ദിലീപ് ആയതുകൊണ്ട് വിവാദം ആളി കത്തിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ നാം സ്വയം ചിന്തിക്കണമല്ലോ. നമുക്ക് ഇത്തരം ഈ അവിടെ നിന്ന് തൊഴാം, സാധാരണ ഭക്തരോടൊപ്പം നിന്ന് തൊഴാമെന്ന ചിന്ത അദ്ദേഹം അത് സ്വയം ചിന്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അത്രയോ മണിക്കൂർ അവിടെ ദിലീപ് ഭഗവാന്റെ മുന്നിൽ തൊഴുതു എന്ന് പറഞ്ഞിട്ട് അയ്യപ്പനിൽ നിന്ന് ഒരിക്കലും ദിലീപിന് സ്പെഷ്യൽ കണ്ടിട്ട് നീ എന്റെ പരമഭക്തൻ എന്നുള്ള പരിധി ഒന്നും കിട്ടില്ല. ചിലപ്പോൾ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടുക ഏറ്റവും പിന്നിൽ നിന്ന് ഒന്ന് എത്തി നോക്കിയിട്ട് അത്രയും കഠിന വ്രതം എടുത്ത് മല ചവിട്ടി വന്നിട്ടുള്ള ആൾക്കായിരിക്കാം അല്ലെ. അപ്പോൾ സത്യമാണ് ഇത് ശ്രീജിത്ത് പറഞ്ഞ 100%. അവനവനൊരു ആത്മപരിശോധന നടത്തണം. എൻ്റെ കയ്യിൽ പദവിയുണ്ട്, എൻ്റെ കയ്യിൽ കോടികളുണ്ട് എന്ന് കരുതി ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അടുത്തൊരാളുടെ ഒരു സത്യമല്ലേ ഇത്? അവിടെ ഒരു ആത്മപരിശോധന നടത്തുമ്പം ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആസ് എ ഭക്തൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ശബരിമല എന്ന സംഭവം എന്താണ്, ആ ഒരു സന്നിധിയുടെ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ദിലീപ് തോറ്റുപോയെന്ന് തന്നെ പറയാം. ആസ് എ വ്യക്തി, ആസ് എ ഭക്തൻ ദിലീപ് അത് കാണിച്ചത് അയാളൊരു ആത്മപരിശോധന നടത്താണ്ടായിരുന്നു. തൊഴുതിട്ട് പോവാം. ഇത്രയും മണിക്കൂറുകളോടെ നിന്നു, എത്രയോ നേരം നിന്നു എന്നാണ് അറിയുന്നത്. പക്ഷെ ഹരിവരാസനം പാടിയ ഒരു സമയത്ത് നിന്നുകൊണ്ട് കേട്ടോ. ഈ ഹരിവരാസനം പാടുമ്പോൾ ഒരു 3 മിനിറ്റ് അങ്ങനെ ഒരു സമയമുണ്ട്. നമുക്കറിയില്ല, വസ്തുതകൾ ഇനി വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അറിയും. പിന്നെ ദിലീപ് ആയതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹത്തിന് ഒരു മുൻവിധി ഉണ്ട്. അയാൾ ചെയ്യുന്നതെല്ലാം ഇതാണ് എന്നുള്ള രീതിയിൽ മീഡിയാസ് ടാർഗറ്റ് ചെയ്യും. അതും ഒരു വാസ്തവമാണ്. പക്ഷെ ആരാധനാലയങ്ങൾക്ക് മുമ്പിൽ, ഈശ്വരന് മുന്നിൽ ഈ ഒരു തരംതിരിവ് അത് വളരെ മോശം തന്നെയാണ് പറയേണ്ടത്. 2 തരം ഭക്തർ ഒരിക്കലും ഇല്ല. ദൈവത്തിന്റെ മുന്നിൽ ഭക്തി അതെല്ലാം ഒന്നേ ഉള്ളൂ. 2 തരം തീർത്ഥാടനം, 2 തരം ഭക്തി എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ നാം ഇതോട് കൂട്ടിച്ചേർക്കാനുള്ള കാര്യമാണ് ഈ പണ്ട് മന്ത്രിമാർ ഇടതുപക്ഷത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവർ ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഈ പരിഗണനയുമായി പോയിട്ട് തീർച്ചയായും ശ്രീജിത്ത് ഞാനത് പറയാൻ വേണ്ടി പോവായിരുന്നു. ഇപ്പൊ ഞാൻ ആ വീഡിയോയിൽ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ദിലീപ് അദ്ദേഹം കൈകൂപ്പി നിന്ന് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുവാണ്. അപ്പോ അത് നോക്കിക്കഴിയുമ്പം ആ ഒരു വ്രണം തോന്നേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസികൾക്കൊന്നും വലിയ വ്രണം തോന്നാം. ഓക്കെ, വിഷമം വരും. പ്രിവിലേജ് എടുത്ത് പോയി കണ്ടു. ഇതേ പ്രിവിലേജ് എടുത്ത് പോയിട്ടുള്ള ഇടതുപക്ഷ, അത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട്, സഖാവ് രാധാകൃഷ്ണനെ പോലുള്ള വ്യക്തി ആ ക്ഷേത്രത്തിൽ പരമപവിത്രമായിട്ടുള്ള തീർത്ഥം കൊടുത്തപ്പോൾ എന്താണ് കാണിച്ചതെന്നുള്ള. എന്തിനങ്ങനെയാണെങ്കിൽ പോണം. അപ്പൊ ആ ഒരു ക്ഷേത്രത്തിൽ ഇപ്പം അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് അവിടെ പോയി നിൽക്കണമെങ്കിൽ അത് വിശ്വാസ സമൂഹത്തിനെ എന്താ പുച്ഛിക്കണ പോലെ ആയിപ്പോയി. അപ്പൊ അവിടെ ദിലീപ് കാണിച്ച ആ ഒരു ഇയാൾ കാണിച്ച ഡോഗ് ഷോയ്ക്ക് മുന്നിൽ ദിലീപ് എന്നുള്ള ഒരു ഭക്തന്റെ ആ ഒരു പിഴവ് സഹിക്കാവുന്നതേ ഉള്ളൂ.